ഇതെന്നാന്ന് നാരടാ നമ്മുടെ പുഷ്പാങ്കതനില്ലേ? ആര്? പുഷ്പാങ്കതൻ. സ്വപ്നത്തിൽ കണ്ട സുന്ദരി അവര് ഫ്രണ്ട് ഒന്നിച്ച് നമ്മളെ ഭവാനി അമ്പലത്തില് ഉത്സവം കാണാൻ പോകുന്ന സീനാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലേ? അതെ. പിന്നെ ആന വരണ്ടു, ആൾക്കാരൊക്കെ പരക്കം പാച്ചിലായി, അങ്ങനെ ഉത്സവം മുടങ്ങി. മതി സുരേഷ, ബാക്കി ഞാൻ ഇവളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഇവളെ എനിക്ക് വായിച്ച് പറഞ്ഞു തന്നോളൂ. മതി മതി, എങ്ങനെയായാലും നാരായണന് കാര്യം മനസ്സിലായാൽ മതി. ഒന്നുകൂടെ കാണണ്ടേ, ഹൃദയം തുറക്കേണ്ടേ? അതെ. നീ എന്തിനാ എന്നെ നോക്കുന്നു? സ്വപ്നത്തിൽ കണ്ട സദാരാമയെ പുഷ്പാങ്കതൻ വീണ്ടും കാണാൻ വേണ്ടി പറയുന്നതല്ലേ? അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിന് ഇവൻ നിങ്ങളോട് പറയുന്നതാണ്? എന്നോട് പറയണ്ടേ? അവന്തി രാജ്യത്തിലെ രാജാവ് എന്ന നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാനും പോകണ്ടേ ഭവാനി ഉത്സവത്തിന്? പിന്നെ ഇതൊക്കെ എന്താ അറിയാ, വെറുതെ പേടിപ്പിക്കുക മാത്രം അറിയാം. मिस्टर सुरेश, आप बिजी हो? തിരക്കിലാണോ? ഹേ അല്ലേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ. ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമോ? ആന വന്നാലും വന്നില്ലെങ്കിലും നാളെ അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. ഹലോ, ആന വരൂല്ലേ? യോ ആത്തി ലേട്ടാ, ആന ലേട്ടാ. കിഴക്കേ മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക. ഷാർങ്ങകത്തെ രാജാവായി നാഹർ കിഴക്കേ മണ്ഡപത്തിൽ നിന്നും നടന്നു വരണം. പുഷ്പാങ്കതനായി നമ്മളെ സ്വന്തം സാംസൺ ടിവിയും പേശാലനായി നമ്മളെ ബ്രോക്കർ ഷമീറും സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ തിരഞ്ഞ് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. സ്വപ്നത്തിൽ കണ്ട സുന്ദരി ഇന്ന് വരാതിരിക്കില്ല. സുരേഷ, ആനയുടെ കാര്യം എന്തായി? സാംസങ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ ഭഗവതി, എത്ര നേരമായി കാത്തിക്കുന്നു? ആന വരാനുള്ള സമയല്ലേ? ആന കൊടുത്തു. ஆத்தி வரும். ஆத்தியோட என்ட்ரிக்கு டைம் ஆயிடுச்சுன்னா விசில் மட்டும் போடு. ഓക്കെ. വൈകി വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ആ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണേ. ആന വരുമ്പോ നമ്മളെ സുരേഷൻ വിസിലടിക്കും. സാംസണാണ് ആദ്യം ആനെ കാണേണ്ടത്. ആന ഒന്ന് ചിഹ്നം വിളിക്കും. പേടിക്കൊന്നും വേണ്ടാട്ടാ, ആന ഒന്നും ചെയ്യൂല. മോനെ, ആരും ബഹളം വെക്കരുത്. വണ്ടി പൈസ എനിക്ക് അയച്ചു തന്നിട്ട് ആന വന്നിട്ടില്ല. എന്റെ അച്ഛനത കുടിച്ച് തരുന്നു. എന്റെ നാഹരേ, അച്ഛനെ കൊണ്ട് നാളെ വരുന്ന ഞാൻ കാത്തിരുന്നിട്ട് നീ നാളെ കളിക്കാൻ വരുന്നല്ലടാ. കൈമ കിട്ടട്ടെ, ഞാൻ കാത്തിരിക്കാൻ. ആന വരണ്ടിരിക്കുവല്ലേ, സൂക്ഷിക്കണ്ടേ? നാളെ കഴിഞ്ഞ് മംഗലാപുരം പോയി ഓപ്പറേഷൻ ചെയ്തേക്കാം. ബാക്കി കസം കാത്തോ. There is no elephant in the room. There is a Elizabeth in the room. സദാരാമ, സദാരാമ, അമ്പിളി, ആ
കള്ളുകൂടിയും കാമവാലിൻ്റെ അടുത്ത് കഥ എത്ര കാലം ഉണ്ടാവും? അത് വേഗം തീരും. സദാരാമ ഒരാണിന്റെ വേഷം കെട്ടിയിട്ട് കാമബാലിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കുന്തള രാജ്യത്തെത്തും. അവിടെ പ്രതാപവർമ്മ മഹാരാജാവിന്റെ മോളുണ്ട് പത്മാവതി. അവരെ കല്യാണം കഴിയുന്ന ദിവസം ഒരു ഗന്ധർവം വന്നിട്ട് ഭർത്താക്കന്മാരെ കൊല്ലും. ആൺവേഷം കെട്ടിയ സദാരാമ പത്മാവതിനെ കല്യാണം കഴിച്ചിട്ട് പത്മാവതിയുടെ മുറിയിൽ കയറും. അപ്പൊ ഒരു ഗന്ധർവന്റെ റോള് ബാക്കിയുണ്ടല്ലേ? ഗന്ധർവനല്ല അച്ഛാ, അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളും. സുരേഷ, നിന്നെ സഹിക്കാം, അതിപ്പോൾ വേറെ വഴിയില്ലല്ലോ. പക്ഷെ ആ നാഹര ക്യാരക്ടർ അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് മാറും. നാഹര ക്യാരക്ടർ നല്ല ക്യാരക്ടറല്ലേ? ശാർങ്ങഹസ്തനും കാമപാലനും. അതെന്തിനാ മാറ്റുന്നത്? ആ ഷമീറിന്റെ ക്യാരക്ടറാണ് മാറ്റുന്നത്. ഷമീറിന് വല്ല മന്ത്രിയോ വജ്രാശയനോ കൊടുത്താൽ പോരെ? എൻ്റെ പൊന്നെംടി, മനുഷ്യനോട് സമാധാനം എന്താ? നീ മന്ത്രിയോ രാജാവോ എന്തെങ്കിലും ആവും കേട്ടാ. നാഹര ക്യാരക്ടർ മാറ്റാൻ നമുക്ക് അറിയായിട്ടൊന്നല്ല, വെറുതെ ഒരു ജാതി പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. നല്ല ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത് മല മൈലെന്ന ആഹർക്ക്. അയാൾ ഒറ്റ ഒരുത്തിന്റെ മുടിഞ്ഞ കുടി കാരണമാണ് നിങ്ങൾ അച്ഛൻ നശിച്ചിരി. നാടകം, ഡിസ്കഷൻ, കമ്പൈൻഡ് സ്റ്റഡീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ദിവസം അണ്ടിത്തോട്ടത്തിലിരുന്ന് വെള്ളം കുടിച്ചിട്ട് തേരാപാര നടന്നു. കടം കയറിയിട്ടാകുമ്പോൾ ഓ മുങ്ങി. ഈ വീട്ടില് നല്ല ആമ്പിള്ളേരുണ്ടെങ്കിൽ നക്ഷത്രം എണ്ണുന്ന രീതിയിൽ ഇരുട്ടടി കൊടുക്കാന്ന് വേണ്ടത്. An ultimate surgical strike with no mistake. പറ്റോ? നിനക്ക് പറ്റോ? എനക്ക് പറ്റും. നിങ്ങൾ ആണുങ്ങല്ലല്ല, എം ടിക്ക് പറ്റുമോ? അതിന് ഞാനീ വീട്ടിലല്ലല്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വജ്രാശയനല്ല, ഗന്ധർവനാണ് ഗന്ധർവൻ. ആ അതോടെ സുരേഷ. പിന്നെ ഗന്ധർവനല്ലേ മെയിൻ? കുന്തള രാജ്യത്തെ രാജാവിന്റെ മോള് പത്മാവതിയുടെ ഭർത്താക്കന്മാരാ. ആദ്യ രാത്രിയിൽ കിടപ്പറയിൽ ചെന്ന് കൊല്ലുന്ന ഗന്ധർവൻ. വെറുതെ താടിയിട്ട് ഇളക്കിയിട്ട് വികാരഭരിതനായിട്ട് ഡയലോഗ് വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നാഹര അടി നിർത്താൻ പറ്റുവാ? അത് പറ. ഐ ക്യാൻ ട്രൈ. നാഹർ അടി നിർത്തണമെങ്കിൽ നമ്മ അടി തുടങ്ങേണ്ടി വരും. എന്നാ ബാക്കി സീൻ വായിക്കല്ലേ? ഈ പുഷ്പാങ്കതൻ ജനസമ്മതനായ രാജാവാണല്ലോ. സദാരാമയെ കല്യാണം കഴിക്കുന്നതോടുകൂടി അവളുടെ രാജ്യം കൂടി അയാൾക്കാവും. അങ്ങനെ കാഷായ വസ്ത്രധാരികൾ